ആൾട്ടർനേറ്റീവ്. ഇപ്പോൾ ലിറ്റ്മസ് പേപ്പർ കിട്ടൂല, അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസ്കസ് വരച്ചിട്ട് സ്ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലേ. അങ്ങനെ ചെയ്തുകൂടെ? പിന്നെയോ അടുത്തത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാണ്. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സ്വഭാവം മനസ്സിലാക്കുക അല്ല. ചില ആൾക്കാർ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എടുത്തോട്ട് പോകും, എടുത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോകും. തലയിരിഞ്ഞ കളിക്കുന്ന ചില ഓട്ടോറിക്ഷക്കാരുണ്ട്. പിന്നെയോ അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ദ ആസിഡ്സ് ആൻഡ് ബേസ് ബൈ ചേഞ്ചിങ് ദർ കളർ. ആ കളർ മാറുന്നതിലൂടെ നമുക്ക് പിന്നെ ആസിഡ് ബേസ് ഏതാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത്തരം സബ്സ്റ്റൻസിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ലിറ്റ്മസ് പേപ്പർ ഒരു ഇൻഡിക്കേറ്ററാണ് അല്ലേ. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു തന്ന ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണ്? 2 ഇൻഡിക്കേറ്റർ നമ്മൾ കൊണ്ടുവന്നു അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് ഫിനോഫ്തലിനാണ്, ഒന്ന് മീത്തൈൽ ഓറഞ്ചാണ്. പിന്നെയോ അപ്പോൾ ഇത് നമ്മൾ വേരിയസ് സൊല്യൂഷൻസിൽ നമ്മളിത് എന്ത് ചെയ്യുക? ഓരോ ഡ്രോപ്പായിട്ട് ഇറ്റിച്ച് നോക്കുക. അപ്പോൾ ഓരോ ഡ്രോപ്പായിട്ട് ഇറ്റിച്ച് നോക്കിയാൽ എന്ത് മാറ്റാണ് ഉണ്ടാവുക? അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് അല്ലേ. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോക്കുക, അതിലേക്കൊന്ന് നോക്കി നോക്കുക നമുക്ക്. അപ്പോൾ ഇതാ ആ ഒരു പിന്നെ ഫ്ലോ ചാർട്ടാണ് ഇതല്ല. ഫിനോഫ്തലിന് പിന്നെ ആസിഡിൽ ഒരു തുള്ളി ഫിനോഫ്തലിൻ ഇട്ടിച്ചപ്പോൾ കളർ ചേഞ്ച് ഇല്ല. ഫിനോഫ്തലിന് ബേസിൽ ഒരു തുള്ളി ഇട്ടിച്ചപ്പോയോ പിങ്ക് കളറായി. ഇനി മീത്തൈൽ ഓറഞ്ച് ആസിഡിൽ ഇട്ടിച്ചപ്പോൾ റെഡ് കളറായി. മീത്തൈൽ ഓറഞ്ച് ബേസിൽ ഇട്ടിച്ചപ്പോയോ ഗോൾഡൻ യെല്ലോ കളർ. ഏത് കളറായിരുന്നു മീത്തൈൽ ഓറഞ്ചിൻ്റെത്? ഏത് കളറായിരുന്നു ഫിനോഫ്തലിൻ്റെത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. പിന്നെയോ ഇതാ മീത്തൈൽ ഓറഞ്ച് ആസിഡിൽ ഇട്ടിച്ചപ്പോൾ ഉണ്ടായ ഒരു കളർ ചേഞ്ച് ഏകദേശം ഫോട്ടോ എടുത്ത ടെസ്റ്റ് ട്യൂബിൻ്റെ. പിന്നെ അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാൽ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു കുറിപ്പ് എഴുതണം, എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതണം. അത് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ. ഫസ്റ്റ് എന്ത് വേണം? എയിം വേണം, ഒബ്ജക്റ്റീവ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ പിന്നെയോ മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് ആവശ്യമായി വരുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസാണ്. ടെസ്റ്റ് ട്യൂബ് വേണ്ടി വരും, ചിലപ്പം ബീക്കർ വേണ്ടി വരും. അപ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതുക. എന്നിട്ടോ മെത്തേഡ് എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. പിന്നെയോ ഒബ്സർവേഷൻ, നമ്മളെന്താണ് അതിൽ നിരീക്ഷിച്ചത്. അപ്പോൾ നിരീക്ഷിച്ചതിൽ ഇപ്പോൾ ലെമൺ വാട്ടറിലുള്ള അതിൻ്റെ ഒരു കളർ ചേഞ്ച്, സോപ്പ് വാട്ടറിലുള്ള കളർ ചേഞ്ച്, വിനേഗറിൽ ഇറ്റിച്ചപ്പയുള്ള കളർ ചേഞ്ച്, ബേക്കിംഗ് സോഡയിൽ ഇറ്റിച്ചപ്പയുള്ള കളർ ചേഞ്ച്, ലൈം വാട്ടർ, കേട്, ടാമറിൻഡ്. ഇതാ കോമൺ ആയിട്ട് ലെമൺ വാട്ടർ, വിനേഗർ, കേട്, ടാമറിൻഡ് വാട്ടർ ഏകദേശം ഒരേ കളറാണ് അല്ലേ. പിന്നെയോ സോപ്പ് വാട്ടർ, ബേക്കിംഗ് സോഡ, ലൈം വാട്ടർ, ആഷ് വാട്ടർ ഏകദേശം വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് 2 കാറ്റഗറി ആക്കി മാറ്റാൻ പറ്റും അല്ലേ. ഇത് സോർ ടേസ്റ്റുള്ള പിന്നെ ലെമൺ എന്ന് പറയുന്നത്, പിന്നെ വിനേഗർ എന്ന് പറയുന്നത്, കേടെന്ന് പറയുന്നത്, ടാമറിൻഡ് എന്ന് പറയുന്നത് സോർ ടേസ്റ്റുള്ള പിന്നെ ഒരു തരം സബ്സ്റ്റൻസാണ്. അതെന്താണ്? ആസിഡുകളാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പതിമുഖത്തിൽ നോക്കി, ലിറ്റ്മസ് പേപ്പറിൽ നോക്കി, ഇപ്പോൾ ഇൻഡിക്കേറ്ററിൽ നോക്കുന്നത് അല്ലേ. പിന്നെയോ സോപ്പ് വാട്ടർ, പിന്നെയോ ലൈം വാട്ടർ, ബേക്കിംഗ് സോഡ, ആഷ് വാട്ടർ. ഇനിയോ ഒരു ഉപ്പ് വെള്ളമെല്ലാണെങ്കിലോ പിന്നെ അതൊരു ഉപ്പുന്ന അൽക്കലൈൻ ടേസ്റ്റ് ആണല്ലേ. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നോക്കാം. ഇനിയോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണോ? ഒരു കൺക്ലൂഷനിലെത്തണം, ഇൻഫറൻസ് വേണം. എന്താണ് നമ്മൾ ആ എക്സ്പെരിമെൻ്റ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടിയ ആ ഇൻഫറൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ടാബുലർ കോളം കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഈ ടാബുലർ കോളം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നെ ഇവിടെ ഒരു സ്പെസിഫിക്കേഷൻ കണ്ടല്ലേ. ലൈം വാട്ടറിൽ, പിന്നെ സോപ്പ് വാട്ടറിൽ, ബേക്കിംഗ് സോഡയിൽ ഇവിടെയൊക്കെ എന്താണ്? പിന്നെ പിങ്ക് കളറാണ് ആയത് അല്ലേ. ഇവിടെയൊക്കെ ഫിനോഫ്തലിൻ പിങ്ക് കളറാണ് ആയത്. പിന്നെയോ ഇവിടെ പിന്നെ വിനേഗറിലും ലെമണിലും എന്താണ്? പിന്നെ മീത്തൈൽ ഓറഞ്ച് ഇറ്റിച്ചപ്പോൾ റെഡ് കളറാണ് ആയതല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ആസിഡുകളെയും 3 ബേസുകളെയും കണ്ടെത്തി അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് ഏതാണ് ആസിഡിന് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ഏതാണ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? മീത്തൈൽ ഓറഞ്ച് എന്ന് പറയാം അല്ലേ. മീത്തൈൽ ഓറഞ്ച് എന്ന് പറയാം. പിന്നെയോ ബേസിന് പറ്റിയത് ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ബേസിന് പറ്റിയത് ആരാണ്? ബേസിന് പറ്റിയത് ഫിനോഫ്തലിനാണ് അല്ലേ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മാറിപ്പോവാന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കണ്ടുപിടിച്ചല്ലേ. ഇതാ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കിയില്ലേ. വിനേഗർ ആയാലും ലെമൺ ആയാലും ബട്ടർ മിൽക്ക് ആയാലും ടാമറിൻഡ് ആയാലും അതിൻ്റെ ടേസ്റ്റ് എന്താണ്? ഒരു സോർ ടേസ്റ്റ് ആണല്ലേ. ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്, ഓൾ ബേസസ് ഹാവ് ആൽക്കലൈൻ ടേസ്റ്റ്. ഇനിയോ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ കണ്ട. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഇപ്പോൾ 2 ഇൻഡിക്കേറ്റർ വെവ്വേറെ വേണ്ട, എല്ലാത്തിനും ഒരു ഇൻഡിക്കേറ്റർ മതി.
അതിൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ നാച്ചുറും അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ബോട്ടിൽ അതിന്മേൽ ഒരു കളർ ചാർട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഈ മനസ്സിലാവും. ഇവിടെ കണ്ട കളർ ചാർട്ട് ഒട്ടിച്ചാണ്ട, കളർ ചാർട്ടില്ലേ ഇവിടെ, ഇതാ യെസ്, ഒരു ന്യൂട്രലാണെങ്കിൽ ഒരു ഏകദേശം സെൻറ്ററിൽ ഈ കളർ, പിന്നെയോ അത് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് കളർ മാറും, ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് കളർ മാറും അല്ലേ. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ, ഫെറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിക്കില്ല എന്നാ, pH വാല്യൂവും പിന്നെ ഈ ഒരു എന്താ പറയുക കളർ ചാർട്ടും വെച്ചിട്ട്, പിന്നെ ആസിഡുകൾ, പിന്നെ അതായത് 7 വാട്ടർ ന്യൂട്രൽ, 7 കുറഞ്ഞ 0 വരെ, അല്ലെങ്കിൽ 0 വരെ 2 ആണ് നമ്മൾ HCl H2SO4 അങ്ങനത്തെ, പിന്നെ എന്താ പറയുക സ്ട്രോങ് ആസിഡുകളൊക്കെ അല്ലേ. അപ്പോൾ 2-നെക്കാട്ടും കുറച്ച് കൂടുതലായിരിക്കും, 2-ൻ്റെയും 7-ൻ്റെയും ഇടയിലായിരിക്കും ചിലപ്പോൾ എന്ത്, പിന്നെ നമ്മളെ വീക്ക് ആസിഡായ അസിറ്റിക് ആസിഡ് നമ്മൾ വിനേഗറിൽ കാണുന്നതെല്ലാം ഉണ്ടാവുക. ഇനി 7 കൂടിയാലോ, 14 വരെ പോവാം, 10ൻ്റെ ഏകദേശം ആ വടിയാണ് എന്ത് ചെയ്യുക, കുറച്ച് ബേസുകളെ കാണുന്നത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം അല്ലേ. ഇനി ജസ്റ്റ് ഈ സോപ്പ് വാട്ടർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ സൊല്യൂഷന്, ഇനി ഇത്തരം സബ്സ്റ്റൻസ് എല്ലാം നമുക്കൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കാം. അപ്പോൾ പിന്നെ സോപ്പ് വാട്ടർ ഇങ്ങനെ ഒരു ഊരുന്ന പോലെയല്ല അല്ലേ, ലൈം വാട്ടർ, പിന്നെ ചുണ്ണാമ്പ് വെള്ളം, പിന്നെ എയർ സസ്പെൻഷൻ, നിങ്ങൾ പിന്നെ കുറച്ച് വെണ്ണീർ എടുത്തിട്ട് കലക്കിയിട്ട്, വെണ്ണീർ വെറുതെ കൈമലാക്കിയാൽ തന്നെ മതി. നമ്മളെ പഴയ ആളുകളൊക്കെ പറയും വെണ്ണീർ നനഞ്ഞാൽ പിന്നെ അതിനൊന്നിനും കൊള്ളൂല, അതിൻ്റെ ഇത് കഴിഞ്ഞു പോകുമെന്ന് പറയും അല്ലേ. ഞാനൊരു ഡബ്ബയിലിട്ട് വെക്കും അല്ലേ, നമ്മൾ ഫെർട്ടിലൈസർ ആക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ പൊട്ടാഷ്. അപ്പോൾ ഈ ആഷ് സസ്പെൻഷൻ കൈമേൽ കുറേ ആയാൽ, കൈ കഴുകിയാൽ എന്തുണ്ടാവും, ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അല്ലേ. ഇതാ നമ്മൾ എന്ത് ചെയ്തു, ആസിഡിൻ്റെയും ബേസിൻ്റെയും പിന്നെ നാച്ചുർ മനസ്സിലാക്കിയല്ലേ. ആസിഡുകൾ സോർ ടേസ്റ്റ് ആണ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നു, pH വാല്യൂ 7 കുറവാണ് അല്ലേ, pH വാല്യൂ <7. പിന്നെയോ ഈ തുറന്ന ഭാഗമാണ് കൂടുതൽ വരിക, പിന്നെ << നിങ്ങൾക്ക് അറിഞ്ഞൂടെ. പിന്നെയോ മീത്തൈൽ ഓറഞ്ചിനെ റെഡ് കളറാക്കുന്നു, പിന്നെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ബേസസ് എന്താണ്, ആൽക്കലൈൻ ഡൈസ്റ്റ്